യുദ്ധഭീഷണി സർവത്ര മുഴങ്ങി. കുംഭകർണൻ രാവണനെ ഉപദേശിച്ചു. വിഭീഷണൻ ശത്രുപക്ഷത്തേക്ക് കൂറുമാറിപ്പോയി. വിഭീഷണൻ ശേഷിച്ച കാലം ശ്രീരാമനെ ഭജിച്ച് പുണ്യം നേടാൻ തീരുമാനിച്ചു. പക്ഷേ ആകാശത്ത് വാനരസേനയുടെ മുകളിൽ വിഭീഷണനെ കണ്ടപ്പോൾ സുഗ്രീവന് വിശ്വാസം വന്നില്ല. ചതിക്കാൻ എത്തിയ രാക്ഷസനാണോ? ചാരനാണോ? രാവണന്റെ അനുജനാണ് വിഭീഷണൻ. കൂടെ മന്ത്രിമാരുമുണ്ട്. എതിർക്കാനല്ലെങ്കിൽ പിന്നെ എന്തിന് മന്ത്രിമാർ കൂടെ വരണം? അതുകൊണ്ട് വാനരന്മാർ അവരെ വധിക്കട്ടെ. സുഗ്രീവൻ ശ്രീരാമനോട് അനുവാദം ചോദിച്ചു. സുഗ്രീവന്റെ അഭിപ്രായം ശ്രീരാമൻ മാനിച്ചില്ല. അഭയം ചോദിച്ചു വരുന്നവന് അഭയം കൊടുക്കണം. അതാണ് രാജനീതി. വിഭീഷണൻ സ്വയം പരിചയപ്പെടുത്തി. രാവണൻ തന്നെ പുറന്തള്ളാനുള്ള കാരണവും വിശദീകരിച്ചു. രാവണന്റെ വാളിന് ഇരയാകാതെ രക്ഷപ്പെട്ടു. ശ്രീരാമനെ സാഷ്ടാംഗം പ്രണമിച്ചു. ശരണം പ്രാപിച്ചു. വിഭീഷണൻ ഈശ്വരഭക്തനും നല്ലവനുമാണ്. ആരും സംശയിക്കേണ്ട. ചാരനല്ല. തൻ്റെ രാജ്യത്തെയും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് ശ്രീരാമനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. തൻ്റെ എല്ലാവിധ സഹായങ്ങളും ശ്രീരാമന് വാഗ്ദാനം ചെയ്തു. ശ്രീരാമൻ വിഭീഷണനെ ആലിംഗനം ചെയ്തു. സമുദ്രജലം കൊണ്ട് വരുവിച്ച് ലക്ഷ്മണനെ കൊണ്ട് ലങ്കയിലെ രാജാവായി അഭിഷേകം ചെയ്യിച്ചു. വിഭീഷണനും ശ്രീരാമനും തമ്മിൽ ഭാവി പരിപാടികളെക്കുറിച്ച് സംസാരിച്ചു. ലങ്കയിലെ യുദ്ധമുറകളെപ്പറ്റിയും സൈന്യബലത്തെക്കുറിച്ചും രാമന് ഒരു ഏകദേശ രൂപം നൽകി. സുഗ്രീവന്റെ സംശയം തീർന്നു. വിഭീഷണനെ ആലിംഗനം ചെയ്തു. നാം എല്ലാവരും ശ്രീരാമന്റെ കിങ്കരന്മാരാണെന്നും നമുക്കൊരുമിച്ച് ഭഗവാന്റെ ആഗ്രഹപ്രകാരം പ്രവർത്തിക്കാമെന്നും പ്രതിജ്ഞ ചെയ്തു. സൂര്യനും ചന്ദ്രനും ഉള്ള കാലത്തോളം വിഭീഷണൻ ലങ്കയിലെ രാജാവാകട്ടെ എന്ന് എല്ലാവരും ആശീർവദിച്ചു. വിഭീഷണനെ രാജാവായി പ്രഖ്യാപിച്ച ഉടനെ തന്നെ ആകാശത്തു നിന്ന് ഒരു രാക്ഷസ ശബ്ദം. എല്ലാവരും മേലോട്ട് നോക്കി. അതെ, രാക്ഷസൻ തന്നെ, ശുഗൻ. സുഗ്രീവനുള്ളതാണ് രാവണന്റെ സന്ദേശം. ഉന്നത കുലത്തിൽ ജനിച്ച വാനരനാണ് സുഗ്രീവൻ. തനിക്ക് ഭ്രാതൃതുല്യൻ. പരസ്പരം വൈരാഗ്യമില്ല. താൻ സീതയെ അപഹരിച്ചു. അതിൽ സുഗ്രീവൻ എന്തു ഛേദം? അതുകൊണ്ട് ഇതിലൊന്നും ഇടപെടാതെ കിഷ്കിന്ധയ്ക്ക് പോകുന്നതാണ് നല്ലത്. ദേവന്മാർക്ക് പോലും കീഴടക്കാൻ കഴിയാത്തതാണ് ലങ്ക. പിന്നെ മനുഷ്യന് കഴിയുമോ? വാനരന്മാർക്ക് സാധിക്കുമോ? സന്ദേശം വാനരന്മാർക്ക് ആർക്കും പിടിച്ചില്ല. എല്ലാവരും ചേർന്ന് ശുഗനെ മർദ്ദിച്ച് അവശനാക്കി. നിലവിളി കേട്ട് ശ്രീരാമൻ അവനെ കൊല്ലരുതെന്ന് വിലക്കി. സന്ദേശത്തിനുള്ള മറുപടി എന്താണെന്ന് സുഗ്രീവനോട് ശുഗൻ ചോദിച്ചു. തൻ്റെ സഹോദരൻ ബാലിയെ കൊന്ന പോലെ രാവണനും കൊല്ലപ്പെടും. സീതയെ അപഹരിച്ചിട്ട് രക്ഷപ്പെടുകയോ? സുഗ്രീവൻ ശുഗനെ പിടിച്ചു കെട്ടി. അതിന് മറ്റൊരു കാരണമുണ്ട്. രാവണൻ ശാർദൂലൻ എന്ന ദൂതനെ വാനരപ്പടയുടെ ശക്തി അറിഞ്ഞു വരാൻ വിട്ടിരുന്നു. അവൻ രഹസ്യമായി രാവണനെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. ശുഗനെ കെട്ടിയിരിക്കുന്ന വിവരം കൂടി ശാർദൂലൻ രാവണനോട് പറയട്ടെ. രാമൻ ശുഗനെ പിടിച്ചുകെട്ടാൻ ആജ്ഞാപിച്ചത് അതിനായിരുന്നു. ശുഗനും വാനരന്മാരുടെ ശക്തി അറിയണമല്ലോ. വാനരന്മാരുടെ തയ്യാറെടുപ്പ് വിവരങ്ങൾ ദൂതന്മാർ വഴി രാവണൻ അറിഞ്ഞ് ചിന്തയിൽ മുഴുകി നെടുവീർപ്പിട്ടു. സമുദ്രം കടക്കണം എങ്ങനെയെന്നാലോചിച്ച് ശ്രീരാമൻ മണൽത്തിട്ടിലിരുന്നു. സമുദ്രദേവത വരുണനാണ്. വരുണൻ ഇതുവരെ തന്നെ കണ്ടിട്ടില്ല. താനുമായി ബന്ധപ്പെട്ടിട്ടില്ല. ദേവകാര്യത്തിനു വേണ്ടി എല്ലാ ദേവന്മാരും എന്തൊക്കെ സഹിക്കുന്നു. ഇതൊന്നും സമുദ്രദേവതയ്ക്ക് ബാധകമല്ലേ? ശ്രീരാമന് ദേഷ്യം വന്നു. മനുഷ്യനും കുരങ്ങന്മാർക്കും എന്തു ചെയ്യാൻ കഴിയുമെന്നായിരിക്കും കരുതുന്നത്. താൻ കാണിച്ചു തരാം. സമുദ്രത്തെ ഉണക്കിക്കളയും. എങ്കിൽ ആരുടെയും സഹായം കൂടാതെ വാനര സൈന്യത്തിന് കാൽനടയായി പോകാമല്ലോ. കോപാഗ്നി ആളിക്കത്തി. കണ്ണുകൾ ചുവന്നു. വില്ലു കുലച്ചു. വരുണദേവനെ വെറുതെ വിട്ടുകൂടാ. ഭൂമിയുടെ ഭാരം തീർക്കൽ തൻ്റെ മാത്രം ഭാരമായിരിക്കുകയാണല്ലോ. എല്ലാ ജീവജാലങ്ങളും രാമന്റെ ശരപരാക്രമം കാണട്ടെ. സമുദ്രദേവതയെ ഭസ്മമാക്കുന്നുണ്ട്. ഭൂമിദേവി ശബ്ദം കേട്ടു വിറച്ചു. കാടും മലയും ആകാശവും എല്ലാം ഇരുളടഞ്ഞു. കടൽ ക്ഷോഭിച്ചു. തിരമാലകൾ ഉയർന്നു പൊന്തി. ജലജീവികൾ ഭയപ്പെട്ടു. സമുദ്രദേവത പ്രത്യക്ഷപ്പെട്ടു. ദിവ്യരൂപൻ.
ദിവ്യാഭരണ വിഭൂഷിതൻ ദിക്കുകളെ ഭാസുരമാക്കിക്കൊണ്ട് ശ്രീരാമന്റെ സമക്ഷമെത്തി. യാചനയോടെ ശ്രീരാമന്റെ മുഖത്ത് നോക്കാൻ തന്നെ വരുണന് ശക്തിയില്ല. ക്ഷമിക്കണം, കാൽക്കൽ വീണ് നമസ്കരിച്ചു. ലങ്കയിലെത്താൻ താൻ മാർഗം തന്നുകൊള്ളാം. ശരി, ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ മഹാബാണം വിഫലമാക്കാൻ വയ്യ. ലക്ഷ്യം കാണിച്ചു തരണം. വരുണൻ അല്പനേരം പകച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു, വടക്ക് ദ്രുമകുല്യം എന്ന ഒരു സ്ഥലമുണ്ട്. അത് ഇടയന്മാരുടെ സങ്കേതമാണ്. അവർ പാപികളും ദുഷ്ടന്മാരുമാണ്. അവർ എന്നെ സദാ പീഡിപ്പിക്കുന്നു. ബാണം അവരെ ലക്ഷ്യമാക്കട്ടെ, എനിക്ക് രക്ഷയുമാകും. രാമബാണം അങ്ങോട്ട് പാഞ്ഞു. ആ പാപികളെ കൊന്നൊടുക്കി മടങ്ങി. വരുണന് സന്തോഷമായി. ആ പാപികളുടെ ഉപദ്രവം തീർന്നല്ലോ. സമുദ്രത്തിൽ ചിറ കെട്ടണം. സമുദ്രദേവത എല്ലാവരുമൊത്ത് ആലോചിച്ചു. വിശ്വകർമാവിന്റെ പുത്രൻ നളനാണ് അതിന് സമർത്ഥൻ. ഉടനെ നളനെ വരുത്തി ചിറകെട്ടാൻ ഏർപ്പാടു ചെയ്തു. എല്ലാവരും വളരെ ഉത്സാഹത്തോടെ ചിറകെട്ട് ആരംഭിച്ചു. അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് കേട്ടിട്ടില്ലേ? ലങ്കയിലേക്കുള്ള ചിറ കെട്ടുന്ന അവസരത്തിൽ തങ്ങളെ കൊണ്ട് ആവുന്നത് പ്രവർത്തിക്കണം എന്ന അർത്ഥത്തിൽ പറഞ്ഞുവരുന്ന ഒരു ചൊല്ലാണത്. സകലരും ദുഷ്ടന്മാരായ രാക്ഷസന്മാരെ നിഗ്രഹിക്കാൻ ഭഗവാനെ സഹായിച്ചു. വാനരന്മാർ മലയും മരങ്ങളും പാറക്കൂട്ടങ്ങളും കൊണ്ടുവന്ന് നളനു കൊടുത്തു. നളൻ അവ കൊണ്ട് ചിറ കെട്ടി. 100 യോജന നീളവും 10 യോജന വീതിയും. ഇത്രയും വലിയ ഒരു ചിറ മുമ്പ് ആരും നിർമ്മിച്ചിട്ടില്ലത്രേ. ചിറകെട്ടിന് ശിവന്റെ സഹായം തേടി. സമുദ്രതീരത്ത് ശ്രീരാമൻ ശിവനെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു. എന്തിനെന്നോ? നേരായ മാർഗം കാണാൻ. അതാണ് രാമേശ്വരം. രാമേശ്വരനെ സേവിച്ചാൽ നടക്കാത്ത കാര്യമില്ല, ലഭിക്കാത്ത പുണ്യമില്ല. ഇന്നും ധാരാളം പേർ രാമേശ്വരത്ത് പോയി വരുന്നുണ്ട്. ആദ്യ ദിവസം 14 യോജന നീളം ചിറകെട്ടി തീർത്തു. രണ്ടാം ദിവസം 20 യോജന, മൂന്നാം നാൾ 21, നാലാം നാൾ 22, അഞ്ചാം ദിവസം 23 യോജന നീളം ചിറകെട്ടി തീർത്തു. നളൻ സമർത്ഥൻ തന്നെ. എല്ലാവരും അംഗീകരിച്ചു. വാനര സൈന്യത്തിന് യഥേഷ്ടം കടന്നുപോകാൻ കഴിയും. വാനരപ്പട ചിറ കടന്ന് സുബേല പർവ്വതത്തിൽ തമ്പടിച്ചു. ഹനുമാന്റെ ചുമലിലേറി ശ്രീരാമനും അംഗദന്റെ ചുമലിലേറി ലക്ഷ്മണനും ആ പർവ്വതത്തിന്റെ മുകളിലെത്തി. അവിടെ നിന്ന് നോക്കിയാൽ ലങ്ക കാണാം. രാമലക്ഷ്മണന്മാർ ആ മഹാനഗരം കണ്ടു നിന്നു. ചിത്രപതാകകൾ പാറുന്ന വിചിത്ര സൗധങ്ങൾ, മണിമാളികകൾ, മനോഹരമായ കോട്ടകൾ, കിടങ്ങുകൾ, പീരങ്കികൾ, തുരങ്കങ്ങൾ, സ്വർണമയമായ രാജകൊട്ടാരങ്ങൾ എല്ലാം രാജകീയ പ്രൗഢിയോടെ സുരക്ഷിതമായി നിലകൊള്ളുന്നു. കനകമയമായ ആ വലിയ മണിമാളികയുടെ മുകളിൽ വിശാലമായ ഹാളിൽ സേനാപതികളുടെയും മന്ത്രിമാരുടെയും നടുവിൽ രാക്ഷസ ചക്രവർത്തി രാവണൻ വിരാജിക്കുന്നു. 10 കിരീടങ്ങൾക്കു താഴെ 10 മുത്തുക്കുടകൾ. രാവണൻ നിസാരനല്ല. രാമലക്ഷ്മണന്മാർക്കു തന്നെ തോന്നിപ്പോയി. രാവണന്റെ അടുത്തേക്ക് ശ്രീരാമൻ മോചിപ്പിച്ചുവിട്ട ശുഗൻ കടന്നുവന്നു. ദൂതനോട് രാവണൻ ശത്രുക്കൾ ഉപദ്രവിച്ചോ എന്നന്വേഷിച്ചു. ശുഗൻ തനിക്ക് ഏൽക്കേണ്ടി വന്ന മർദ്ദനങ്ങളെക്കുറിച്ചും അവസാനം ശ്രീരാമൻ ഇടപെട്ട് രക്ഷപ്പെടുത്തിയതും വിവരിച്ചു. രാമന് സീതയെ നൽകുക, അല്ലെങ്കിൽ ഉടൻ യുദ്ധം ചെയ്യുക. അതാണ് ശ്രീരാമ സന്ദേശം. ശുഗൻ അറിയിച്ചു. വാനരപ്പടയുടെ വലുപ്പം ശുഗൻ രാവണന് കാട്ടിക്കൊടുത്തു. പർവ്വത തുല്യരായ വാനരന്മാർ ഗർജിച്ച് തുള്ളിച്ചാടി പരന്നു കിടക്കുന്നു. ശുഗൻ അതിൽ വീരന്മാരെ ചൂണ്ടിക്കാട്ടി രാവണന് പരിചയപ്പെടുത്തി. ലങ്കയ്ക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്നതാണ് സുഗ്രീവൻ, വാനര രാജാവ്. 1,00,000 പേരുടെ അകമ്പടിയോടെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് സേനാപതി അഗ്നിപുത്രൻ നീലൻ. അതിനപ്പുറത്ത് അംഗദൻ, ബാലിയുടെ പുത്രൻ, യുവരാജാവ്. പിന്നെ കണ്ടോ അല്പം മാറി നിൽക്കുന്നത് ലങ്ക ചുട്ടുകരിച്ച ഹനുമാൻ, രാവണപുത്രനെ വധിച്ച ദുഷ്ടൻ. സുഗ്രീവന്റെ അടുത്ത് വന്ന് എന്തോ മന്ത്രിച്ച് മടങ്ങുന്ന കണ്ടില്ലേ ഒരുത്തൻ? അവനാണ് രംഭൻ. ലങ്കയെ മുടിക്കാൻ തന്നെ കരുത്തുള്ളവൻ. വാനരന്മാരിലെ സിംഹമാണ്. അവന്റെ നോട്ടം കണ്ടില്ലേ? ഇങ്ങോട്ട് തന്നെ. ശരഭൻ, നളൻ, അവരുടെ ശ്രദ്ധയും ഇങ്ങോട്ട് തന്നെ. രാക്ഷസപ്പടയും വാനരപ്പടയും ഏറ്റുമുട്ടിയാൽ ദേവാസുര യുദ്ധം തന്നെ. അത്തരമൊരു മഹായുദ്ധം ഒഴിവാക്കുകയാവും നല്ലതെന്ന് ശുഗൻ ഉപദേശിച്ചു. രാവണൻ പ്രശസ്തനല്ലേ? പ്രശസ്തിക്കു വേണ്ടി ഇനി യുദ്ധമെന്തിന്? വിശ്രസവസിന്റെ പുത്രനായി ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു.
തപസ്സുകൾ അനുഷ്ഠിച്ച് വരദാനങ്ങൾ നേടിയെടുത്തതിന് കണക്കുണ്ടോ? എന്നിട്ടും മനസ്സിൽ നിന്ന് ദുഷ്ടവിചാരങ്ങൾ പോകാത്തതെന്ത്? സകല പാപങ്ങളും ചെയ്യുന്നു. എല്ലാം മതിയാക്കൂ. ഇനി മുക്തി നേടൂ. വിഷ്ണുലോകം പ്രാപിക്കൂ. സീതയെ രാമന് തിരിച്ചേൽപ്പിച്ചേക്കൂ. മഹാലക്ഷ്മിയാണവൾ. രാമഭക്തനായി തീരൂ. ഭഗവാൻ എല്ലാം ക്ഷമിക്കും. ശുഗന്റെ ഉപദേശം കേട്ട് രാവണൻ ക്രോധത്താൽ കലിതുള്ളി അട്ടഹസിച്ചു. 3 ലോകത്തിനും അധിപനാണു താൻ. ഭൃത്യൻ രാജനെ ഉപദേശിക്കുകയോ? പോ മുമ്പിൽ നിന്ന്. നിന്റെ മുൻ ചെയ്തികളെ ഓർത്ത് ക്ഷമിക്കുകയാണ് ഞാൻ. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച താൻ രാക്ഷസനായതിലാണ് നീ തെറ്റു കാണുന്നത്. അപ്പോൾ നീയോ? ശുഗനും ബ്രാഹ്മണനായിരുന്നു, എന്നാൽ രാക്ഷസനാണ്. ദേവന്മാരുമായിട്ടുള്ള ബന്ധമാണ് ശുഗന് രാക്ഷസ വിരോധം ഉണ്ടാക്കിയത്. രാക്ഷസന്മാർക്ക് ശുഗനോട് തീരാത്ത പകയുണ്ടായി. വജ്രദംഷ്ട്രൻ എന്ന അസുരൻ ശുഗനെ ചതിക്കാൻ തന്നെ തീരുമാനിച്ചു. ഒരു ദിവസം അഗസ്ത്യ മഹർഷി ശുഗന്റെ ആശ്രമത്തിൽ വന്നു. മുനിയെ പൂജിച്ച് വണങ്ങി. മുനി ശുഗന്റെ ആശ്രമത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചേ മടങ്ങുന്നുള്ളൂ എന്ന് അരുളി ചെയ്തു കുളിക്കാൻ പോയി. ഈ തക്കം നോക്കി വജ്രദംഷ്ട്രൻ അഗസ്ത്യമുനിയുടെ വേഷത്തിൽ ആശ്രമത്തിൽ വന്നു. അഗസ്ത്യമുനി മടങ്ങി വന്നിരിക്കുന്നു. കാരണമറിയാൻ ശുഗൻ അടുത്തു ചെന്നു അന്വേഷിച്ചു. അഗസ്ത്യ രൂപം ധരിച്ച വജ്രദംഷ്ട്രൻ പറഞ്ഞു, കുളിച്ചു വന്നാൽ തനിക്ക് മാംസഭക്ഷണം വേണമെന്ന്. വളരെ കാലമായി മാംസഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് അങ്ങനെയും ഒരാഗ്രഹം. മഹർഷിയുടെ ആഗ്രഹമല്ലേ? ശുഗൻ മാംസഭക്ഷണം തയ്യാറാക്കി. അഗസ്ത്യൻ കുളി കഴിഞ്ഞു വന്നു. ഭക്ഷണം കഴിക്കാനിരുന്നു. രാക്ഷസൻ മറ്റൊരു പണി കൂടി ചെയ്തു. ശുഗപത്നിയെ പർണശാലയിൽ മയക്കി കിടത്തി. രാക്ഷസൻ അവളുടെ വേഷത്തിൽ മഹർഷിക്ക് മാംസം വിളമ്പിക്കൊടുത്തു. ഉടൻ അദൃശ്യനായി. മനുഷ്യമാംസം കണ്ടപ്പോൾ മഹർഷി കോപിച്ചു. മനുഷ്യമാംസം, അത് തന്നെ തീറ്റാൻ ശ്രമിച്ചിരിക്കുന്നു. മുനി ശപിച്ചു. രാക്ഷസനായി ഭവിക്കട്ടെ, നരമാംസം തിന്ന് ജീവിക്കട്ടെ. ശുഗൻ ഉണ്ടായ സംഭവം മഹർഷിയെ ധരിപ്പിച്ചു. ദിവ്യദൃഷ്ടി കൊണ്ട് അഗസ്ത്യൻ കാര്യം മനസ്സിലാക്കി. താനും ശുഗനും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ശപിച്ചു കഴിഞ്ഞു. മഹർഷിയുടെ മനസ്സ് വിഷമിച്ചു. ശാപം മടക്കിയെടുക്കാൻ കഴിയില്ലല്ലോ. ശാപമോക്ഷം നൽകാം. രാവണനെ വധിക്കാൻ വാനരന്മാരുമൊത്ത് ശ്രീരാമൻ എത്തിച്ചേരും. അന്നുവരെ രാക്ഷസ വേഷം ധരിച്ച് രാവണന്റെ സഹായിയായി ജീവിക്കുക. ശ്രീരാമന്റെ രഹസ്യമറിയാൻ രാവണൻ നിന്നെ അയക്കുമ്പോൾ നിനക്ക് രാമദർശനം സാധിക്കും. മടങ്ങി വന്ന് രാവണന് തത്വജ്ഞാനം ഉപദേശിച്ചാൽ നിനക്ക് ശാപമോക്ഷം കിട്ടും. അങ്ങനെ രാവണന്റെ മുമ്പിൽ നിന്ന് ഭയപ്പെട്ടോടി ശുഗൻ ശാപമോക്ഷം പ്രാപിച്ചു.